ആദ്യം നിങ്ങൾ പറഞ്ഞ ഇഷ്ടവും കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ ആദർശം എന്താണെന്ന് നിങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല. മുടി തീരുമാനമായോ? ബിസ്റ്റൻകാരെ ഞങ്ങൾ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്, അവർക്ക് നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടല്ലേ ഇവിടെ ബിസ്റ്റൻകാർ മുഖാമുഖം വെച്ച മൂല്യന്മാരിങ്ങനെ നിരന്ന് നിൽക്കും. കാര്യം അവർക്കറിയാം അവരെ കറക്കേണ്ടത് എങ്ങനെയാണ്. ഞങ്ങൾ മുഖാമുഖം വെച്ചാൽ ഞങ്ങളുടെ മുന്നിൽ അന്തസ്സോടെ എഴുന്നേറ്റ് നിൽക്കാൻ ഓജസ്സുള്ള ഒരൊറ്റ കാന്തപുരം സമസ്തക്കാരനും ഈ ഉലകിലില്ല എന്നതിന്റെ ദലീല ഇവിടെ മനസ്സിലാക്കണം. ഇത് തുറന്ന സംവാദം എന്നാ പറഞ്ഞ ഞങ്ങള്, മുഖാമുഖമൊന്നുമല്ലോ ഞങ്ങൾ പറഞ്ഞത്. മനസ്സിലായോ? ഞങ്ങൾ ഇവിടെ തുറന്ന സംവാദം എന്നാ. എന്നാൽ വിസ്റ്റൻകാർ പരിപാടി വെച്ച് നോക്കട്ടെ, നിരന്നിരിക്കും മൂല്യന്മാർക്ക് അറിയാം അവരെ കറക്കേണ്ടത് എങ്ങനെ. അതാ കഴിഞ്ഞ ദിവസം ബിദഅത്തുൻ ഹസനയൊക്കെ കറങ്ങി പോയത്, നബാത്തി ഹുത്ബയൊക്കെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ കറങ്ങിയത്. അപ്പൊ മനസ്സിലാക്കണം, ഇവിടെ ഈ ഉലകിൽ ജീവിക്കുന്ന കാന്തപുരം സമസ്തക്കാരൻ അഭിമാനബോധത്തിന്റെ അംശം അവന്റെ ഉള്ളിലുണ്ടെങ്കിൽ ആധികാരികമായി അവന്റെ ഉസ്താദ് കൊണ്ടു നടക്കുന്ന തട്ടിപ്പിനെ തുറന്നു കാണിക്കാൻ വേണ്ടി അവതരിപ്പിച്ച പരസ്യമായുള്ള ഈ തുറന്ന സംവാദത്തിൽ നെഞ്ചൂക്കോടെ വന്നവൻ ചോദിക്കുമായിരുന്നു. അവർക്കറിയാം ഇതിൽ തൊട്ടാൽ പൊള്ളുമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അപ്പോ ഇപ്പൊ നിങ്ങൾക്ക് സനതും പോക്കാണെന്നും മുടിയും സനതും അതുപോലെ തന്നെ മഥിനും പോക്കാണെന്നും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോ വിസ്റ്റൻകാരെ സംബന്ധിച്ച്. നിങ്ങളോട് മുടിയുമായിട്ട് ബന്ധപ്പെട്ട് ഷൗറുമാർക്കുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് ചാൻസ് ഇല്ല എന്ന് നിങ്ങളുടെ സംസാരത്തിൽ നിങ്ങൾ പറഞ്ഞു. അത് നിങ്ങൾ ചർച്ചയ്ക്ക് വരണ്ടാന്ന്. കാരണം നിങ്ങൾ അതിനെ പറഞ്ഞു എന്താണ്, അങ്ങനെ ഒരു മുടി ലോകത്ത് എവിടെ ഇല്ലാന്ന്. പിന്നെ എന്തിനാണ് ചർച്ചയ്ക്ക് വരേണ്ട ആവശ്യം? നിങ്ങൾ ഉണ്ടെന്ന് തെളിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്കില്ലേ? അങ്ങനെ ഇല്ല എന്ന് ഞങ്ങൾ പറയുമ്പോ ഉണ്ടെന്ന് തെളിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്കില്ലേ? കാര്യം എന്ന് വെച്ചാൽ ഇത് വെച്ച് കച്ചവടം ചെയ്യുന്ന ആൾക്കാരല്ലേ നിങ്ങൾ, നിങ്ങളുടെ ബിസിനസ് അല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ വന്നിട്ട് ഏതെങ്കിലും CIT-കാർക്കെതിരെ സംസാരിച്ചാൽ അല്ലെങ്കിൽ ചുമട്ടുതൊഴിലാളികൾക്കെതിരെ സംസാരിച്ചാൽ ഇവിടെ CIT-കാരോ INTC-കാരോ വെറുതെ ഇരിക്കുമോ? ചുമട്ടുതൊഴിലാളികൾക്കെതിരെ സംസാരിച്ച ഒരു രംഗത്തുമില്ല. അവരുടെ കച്ചവടമല്ലേ അത്? ഇതുപോലെ നിങ്ങളുടെ കച്ചവടമല്ലേ ഇത് വെച്ചിട്ടല്ലേ നിങ്ങൾ കോടികൾ കൊണ്ട് അമ്മാനമാടുന്നത്? അത് വെച്ചിട്ടല്ല ഇവിടെ നിങ്ങൾ സ്വർഗം പണിയുന്നത്? ഇത് വെച്ചുകൊണ്ടല്ലേ പാവപ്പെട്ടവന്റെ കയ്യിൽ നിന്ന് ആയിരക്കണക്കിന് രൂപ പിരിച്ചെടുക്കുന്നത്? ഇത് വെച്ചുകൊണ്ടല്ലേ റബീഉൽ അവ്വൽ മാസവും അല്ലാത്ത മാസങ്ങളിലും നിങ്ങൾ നിങ്ങളുടേതായ അജണ്ടകൾ നടപ്പാക്കുന്നത്? അപ്പൊ സ്വാഭാവികമായും അങ്ങനെ ഒന്നില്ല എന്ന് മുജാഹിദുകൾ സലഫികൾ കൃത്യമായി രേഖകൾ ഉദ്ധരിച്ച് സമർത്ഥിക്കുമ്പോ ഈ രൂപത്തിൽ സമുദായത്തിന്റെ ചെലവിൽ ജീവിക്കുന്ന മൂല്യന്മാര് സമൂഹത്തെ കൊള്ളയടിക്കാൻ ഇറങ്ങിയ ആളുകൾ അവർ മറുഭാഗത്ത് വന്ന് നിന്നിട്ട് ആധികാരികമായി തെളിയിക്കണം, വഹാബി നീ പറയുന്നത് പോലല്ല, ഇത് ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങളുടെ ശൈഖന്മാരുടെ കയ്യിലുണ്ട്, അതിന് ആധികാരികതയുണ്ട് എന്ന് തെളിയിക്കണം. അതാ ചെയ്യേണ്ടത്. അല്ലാതെ ഞങ്ങളില്ല എന്ന് പറയുമ്പോഴൊക്കെ ഓടുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഞങ്ങളുടെ മുന്നിൽ തന്നെ നിൽക്കാൻ പാടില്ല. ഞങ്ങളുടെ മുന്നിൽ തന്നെ നിങ്ങൾ നിൽക്കാൻ പാടില്ല. ഞങ്ങൾ പലതും പറയുന്നുണ്ടല്ലോ. നിങ്ങൾ കൊണ്ടുവരുന്ന തട്ടിപ്പുകളെ ഞങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്, പ്രമാണത്തിൽ നടത്തുന്ന കൈക്രിയകളെ ഞങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നബിദിനം പാടില്ല എന്ന് ഞങ്ങൾ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവരെന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ ഇനി ഒന്നും ഇല്ല കേട്ടോ, ഞങ്ങൾ നബിദിനത്തിനൊന്നും ഇല്ല എന്ന് പറഞ്ഞ് പോവുകയാണോ ചെയ്യേണ്ടത്? ആണോ? അതല്ല, നിങ്ങൾ ഖണ്ഡനത്തിൽ വരികയാണോ ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇതിൽ വിശ്വാസം ഇല്ല, അതന്നെ കാര്യം. അപ്പോൾ ഇത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി, ഇത് അബൂബക്കർ മുസ്ലിയാരെ തട്ടിപ്പ് നടത്തുകയാണ് എന്ന് മനസ്സിലായി. അത് റസൂലുള്ളാഹിന്റെ പേര്, പക്ഷേ കുറ്റബോധമൊന്നും ഞങ്ങൾക്കില്ല. കാര്യം അത് റസൂലുള്ളാഹിന്റെ പേരിലല്ലേ. അതേ സമയത്ത് വേറെ ഏതെങ്കിലും രംഗത്താണെങ്കിൽ നിങ്ങൾ മുന്നിലുണ്ടാവും. അപ്പോൾ ഇത് വളരെ കൃത്യമാണ് സംഗതി. മുടി എന്ന് പറഞ്ഞ് അവതരിപ്പിച്ച ഈ കേശം അത് റസൂലുള്ളാഹിയുടേതല്ലെന്നും അത് വമ്പൻ തട്ടിപ്പാണ് എന്നും കാന്തപുരം സമസ്തക്കാർക്ക് തന്നെ മനസ്സിലായി എന്നാണ് ചോദ്യകർത്താവിൻ്റെ പ്രതികരണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഷൗറുമാർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത്, അതായത് ഷൗറുമാർക്കുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നും അതുപോലെ തന്നെ അതിനെ ആരെങ്കിലും വിമർശിക്കുകയാണെങ്കിൽ എൻ്റെ ചോദ്യം, ഒറിജിനൽ ഷൗറുമാർക്കിനെ ആരെങ്കിലും വിമർശിക്കുകയാണെങ്കിൽ ഈ കാണുന്ന ആളുകളുടെയൊക്കെ മറ്റുള്ള ഇബാത്തുകളൊക്കെ അത് കാരണമായി നഷ്ടപ്പെടുമെന്ന്, റസൂലുള്ളാഹിനെ വിമർശിച്ച കാരണം കൊണ്ട് നഷ്ടപ്പെടുമെന്ന് എൻ്റെ ചോദ്യം മറുപടിയിട്ടില്ല. ഉറപ്പല്ലേ? അതല്ലേ അബൂബക്കർ മുസ്ലിയാർക്കെതിരെ ഞങ്ങൾ കൊടിയെടുത്തത്. ഞങ്ങൾ അബൂബക്കർ മുസ്ലിയാർക്കെതിരെ കൊടിയെടുക്കാൻ കാരണം ഉമ്മത്തിന്റെ അമല് പൊളിക്കുകയാണ് അയാള്. കാരണം റസൂലുള്ളാഹിന്റെ പേരിലാണ് ഈ തട്ടിപ്പ്, പ്രവാചകന്റെ പേരിലാണ് ഇല്ലാ കഥ പറയുന്നത്, പ്രവാചകന്റെ പേരിലാണ് കള്ളക്കച്ചവടം ചെയ്യുന്നത്, പ്രവാചകനെയാണ് നിന്ദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വ്യാജമാണെന്ന് 100% തഹ്ഖീഖ് ചെയ്തതിനു ശേഷം തന്നെയാണ് പരസ്യമായി ഞങ്ങൾ രംഗത്ത് വന്നിട്ടുള്ളത്. അപ്പോ റസൂലുള്ളാഹിന്റെ ഒരു പ്രത്യേകതയെ നിഷേധിച്ചാൽ അവൻ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന പോലെ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിച്ചാൽ അവനും ദീനിൽ നിന്ന് പുറത്താണ്. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അസ്ല്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അസ്ല്. അത് വെറും വർത്താനല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറയുമ്പോൾ ഈ അബൂബക്കർ മുസ്ലിയാര് അദ്ദേഹം തിരിച്ചു പണിയാൻ ശ്രമിക്കുകയാണ്. എങ്ങനെ? എൻ്റെ കയ്യിലുള്ള മുടി, ആ മുടിയെ സംബന്ധിച്ചിടത്തോളം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാണെങ്കിൽ അതിനെ നിന്ദിച്ചാൽ അമല് പൊളിയൂലേ? നാണെങ്കിലല്ലേ പൊളിയുള്ളൂ.
ഇതല്ല. അല്ലെന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിക്കുകയാണ് ചെയ്യുന്നത്. ഏതു പ്രവാചകനെ? ഹബീബുൽ വറ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഏതെങ്കിലും കക്ഷികൾക്ക് കിളി കൂട്ടി കളിക്കാനുള്ളതല്ല, ഏതെങ്കിലും കക്ഷികൾക്ക് അവരുടെ കച്ചവടം നടത്താനുള്ളതല്ല. നേരെ മറിച്ച് ലോകത്തിന്റെ നേതാവിനെ തിരിച്ചറിയണം, ഹബീബിനെ തിരിച്ചറിയണം. ഇക്ഫീക അൻ കുല്ലി മദ്ഹിൻ മദ്ഹു ഖാലിഖഹു മദ്ഹു ഖാലിഖിഹി വഅഖറ ബി റബ്ബിക മബ്ദാ സൂറത്തുൽ ഖലമി. ആ റസൂലുള്ളാഹിയെ അറിയണമെങ്കിൽ, ആ റസൂലുള്ളാഹിയെ മദ്ഹ് പറഞ്ഞത്, ആ റസൂലുള്ളാഹിയെ പുകഴ്ത്തിയത്, ആ റസൂലുള്ളാഹിയെ പ്രതിഷ്ഠിച്ചത്, ആ റസൂലുള്ളാഹിയെ അവതരിപ്പിച്ചത് റബ്ബുൽ ആലമീനായ അല്ലാഹുവാണ്. റബ്ബുൽ ആലമീനാണ്. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ മാ അംത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ വഇന്നക ലഅജ്റൻ ഗൈറ മംനൂൻ വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. അത് റബ്ബിന്റെ പ്രതിഷ്ഠയാണ്, അല്ലാഹുവിന്റെ അവതരണമാണ്, റബ്ബ് സുബ്ഹാനഹു വ തആല സമർപ്പിച്ചതാണ്. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. റസൂലിനെ പറ്റിയാ പറഞ്ഞത്. ഇന്നക ലമിനൽ മുർസലീൻ. അബൂബക്കർ മുസ്ലിയാർക്കും ചില കാന്തപുര സമസ്തക്കാർക്കും തട്ടിക്കളിക്കാനുള്ള ആളല്ലത്. അത് അള്ളാഹ് അവതരിപ്പിച്ച ആളാണ്, അള്ളാഹ് ഇറക്കിയ ആളാണ്, അള്ളാഹ് ഇസ്മത്ത് നൽകിയ ആളാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പുകഴ്ത്തിയ വ്യക്തിത്വമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നക ലമിനൽ മുർസലീൻ എന്ന് ഉറപ്പിച്ചു പറഞ്ഞ ആളാണ്. അലാ സിറാത്തിൻ മുസ്തഖീം, നേരിന്റെ വഴിയിൽ നയിക്കുന്ന പ്രവാചക, അങ്ങ് മുർസലീങ്ങളിൽ പെട്ടയാളു തന്നെയാണെന്ന് അല്ല പറഞ്ഞ ആളെയാണ് അബൂബക്കർ മുസ്ലിയാർ അപമാനിക്കുന്നത്. അവിടെയാണ് ഞങ്ങൾ പിടുത്തം പിടിച്ചത്. വെറുതെ അല്ല, ഞങ്ങളെ ഇളക്കി ഞങ്ങൾ കൊണ്ടുവരും, പുറത്ത് ഇളക്കി ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. കാരണം വെച്ചാൽ ഈ രൂപത്തിൽ വളരെ അപകടകരമായ കാര്യമാണ് റസൂലുള്ളാഹിയുടെ പേരിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ലക്ഷ്യബോധവും ഇല്ലാതെ ജാലിയൻവാലയുടെ പേരിൽ കള്ളസനത് ഉണ്ടാക്കിക്കൊണ്ടുവന്നിട്ട്, പ്രവാചകന്റെ പേരിൽ കള്ളസനതുണ്ടാക്കിക്കൊണ്ടുവന്ന് അവതരിപ്പിക്കുകയാണ്. ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ നിങ്ങൾക്ക് കേൾക്കാം, ഈ വാക്ക് ഹക്കാണോ? തർക്കം നടക്കുന്ന, ചർച്ച നടക്കുന്ന ഷഅർ മുബാറക്കിന്റെ സനദ്, ഇത് ഉറുദുവിലാണ് ആദ്യത്തത്. ഞാൻ വായിക്കാം. സനദ് മോയ മുബാറക്, പാരിസിയിലാണ് മോയ എന്ന് പറയാം. हमारे यहाँ दोराजी शरीफ में हुजूर सरकार मदीना सल्लल्लाहु अलैहि वसल्लम के मोए मुबारक कदीम बुजुर्गों से मौसूल होते हुए जनाब इकबाल वली मोहम्मद जालियांवाला उर्फ दोराजी वाला के पास निहायत अदब व इहतराम से महफूज आए. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടി അത് മുൻഗാമികളായ ബുസുർഗുകളുടെ നേതാക്കളുടെ വഴിക്ക് ഇവിടെ ഇഖ്ബാൽ വലി ഇഖ്ബാൽ എന്റെ അടുക്കൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. उन्होंने इसे मोए मुबारक की एक ही शाखे मुबारक आपके शोहरत की एक ही मरकजी इदारा मरकज सकाफत सुन्नियत इस्लामिया कारंदूर जिला कालिकट केरला के जनाब हजरत अल्लामा शेख अबू बकर अहमद साहिब को मोहम्मद आरिफ बरकाती के जरिए से दस्तार हुआ. അതിൻ്റെ ശാഖ ആരിഫ് ബർക്കാത്തിയുടെ കയ്യിലിതാ മർക്കസ് തഖാഫത്തി സുന്നിയ എന്ന സ്ഥാപനത്തിലേക്ക് കൊടുക്കുന്നു. എന്തിനു വേണ്ടി? उसको अता की है ताकि वहाँ के तमाम सुन्नी अहबाब उस मोए मुबारक की जियारत से फैज हासिल करे. അവിടെയുള്ള മുഴുവൻ സുന്നികളും ഈ ശറഫാക്കപ്പെട്ട ഈ ഷഅർ മുബാറക് കൊണ്ട് ബർക്കത്ത് കിട്ടാനായി ഇതാ കൊടുത്തയക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ സീലാണ് ഇത്. അദ്ദേഹത്തിന്റെ സാക്ഷികളായി ഗവാഹ് നമ്പർ 1 മുഹമ്മദ് ആസിഫ്, രണ്ടാമത്തത് മുഹമ്മദ് സഹിൽ ഖാദിരി, മൂന്നാമത്തത് മുഹമ്മദ് ആരിഫ് ബർക്കാത്തി, 3 സാക്ഷികളുടെയും 4 സീലും വെച്ചുകൊണ്ട് എനിക്ക് കൊടുത്തയച്ച സനദാണിത്. ആദ്യം പറഞ്ഞപ്പോ തക്ബീർ വരുന്നില്ല, അപ്പൊ രണ്ടാമത് സനദാണിത്. തക്ബീർ ഇല്ലാതെ ഇങ്ങനെ അത് പൊലിപ്പിക്കണ്ടേ? ഇനി ആ സനദിന്റെ തഫ്സീൽ വേണമെങ്കിൽ ഇതാ മൗലാന ഇഖ്ബാൽ വലി ജാലിയൻവാല. പിന്നെ കോൻ ഹേ മൗലാന ഇഖ്ബാൽ വലി ജാലിയൻവാല? കോൻ ഹേ? ഞങ്ങൾ ചോദിക്കുകയാണ്, സംസാരത്തിനുണ്ടോ, ചർച്ചക്കുണ്ടോ? ഒരു വലിയ ജനതയെ മുന്നിലിരുത്തിയിട്ട് ഈ പറയുന്ന ലോക്കൽസ് അല്ല, നേരെ മറിച്ച് മുദർരിസുമാര്, ഖത്തീബുമാര്, മുത്തവ്വിലോദി ആളുകള്, ഡിഗ്രി എടുത്തവര്,
ആ മൂല്യമാരെ മുന്നിലിരുത്തിയിട്ടാണ് അബൂബക്കർ മുസ്ലിയാർ ഈ തുഴയണ്. അപ്പൊ മൂപ്പരെ പറ്റി അന്ന് ആലോചിച്ച് നോക്കണ്, മൂപ്പരുടെ സാമർത്ഥ്യം എത്ര ഉണ്ട് ആലോചിച്ച് നോക്ക്. ഇനി ആദ്യത്തെ ആൾ തന്നെ മുഹമ്മദ് ഇക്ബാൽ വലിജാലി അവാല, അബ്ദുൽ ഖാദിർ അൽ ജീലാനി, السيد عبد الله القادري, السيد نظام الدين القادري, السيد إمام الدين القادري. ഇങ്ങനെ വായിച്ചു പോവുകയാണ്, ഇങ്ങനെ വായിച്ചു പോവാണ്. ഇങ്ങോട്ട് പോയി എവിടെ എത്തുന്നറിയോ? ഇത് മുഹീദ്ദീൻ ഷെയ്ഖ് വഴി, പിന്നെ അവിടുന്ന് പിന്നെ നേരെ മുഹീദ്ദീൻ ഷെയ്ഖ് എത്തിയാൽ പിന്നെ ഹസനും ഹുസൈനും ഒക്കെ കയറാലോ. അങ്ങോട്ടെത്തി അലി ഇബ്നു അബി ത്വാലിബ് വഴി അങ്ങനെ കയറിപ്പോവാണ്. എത്ര മനുഷ്യരുടെ മേലാണ് നോണ അടിച്ചു കയറ്റിയത്. ഇത് പരസ്യമായി വായിച്ചതിനെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. ഇത് ആക്ഷേപം പറഞ്ഞു പോവല്ല. ഇരിക്ക് നിങ്ങള്, വന്ന് നിൽക്ക് നിങ്ങള്. അബൂബക്കർ മുസ്ലിയാർക്ക് ആവതില്ലെങ്കിൽ മകൻ മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ ആളുകളും ഞങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്ക്. പ്രവാചകന്റെ പേരിൽ പറഞ്ഞ കളവിന് മറുപടി പറയാൻ, ആ റസൂലുള്ളാഹിയുടെ പേരിൽ അവതരിപ്പിച്ച, അല്ല വെറുതെ എന്തെങ്കിലും പറഞ്ഞു പോവല്ല. ഇത് വേറെ എന്തെങ്കിലും വിദ്വേഷമല്ല, ഇത് ഗ്രൂപ്പിസോ അല്ല, ഇത് ഉമ്മത്തിന്റെ ബാധ്യതയാണ്, ഉമ്മത്തിന്റെ ബാധ്യതയാണ്. അതുകൊണ്ട് വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കണം, ഇത് വ്യാജമാണ്, ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ബഹുമാന്യനായ AP സമസ്തയിൽ ഉണ്ട് എന്ന് പറഞ്ഞ ആൾ തന്നെ ഇവിടെ മുന്നിലുള്ള സ്ഥിതിക്ക് അദ്ദേഹം ഇത് ഏറ്റെടുക്കണം. ഏറ്റെടുത്തിട്ട് ഈ പറയുന്ന ആളുകളെ ഔദ്യോഗികമായി കൊണ്ടുവരണം. എന്നിട്ട് ഈ വിഷയം പരസ്യമായി തന്നെ ചർച്ച ചെയ്യണം. ഞങ്ങൾ പറയുന്നു ഇത് റസൂലുള്ളാഹിയുടേതല്ല, ഇത് റസൂലുള്ളാഹിയുടെ പേരിലുള്ള വ്യാജമാണ്, പ്രവാചകന്റെ പേരിലെ വ്യാജമാണ്. ഏതുപോലെ ലോകാവസാന ഘട്ടത്തിൽ മസീഹുദ് ദജ്ജാൽ എന്ന് പറഞ്ഞ ഒരാൾ വരും. അതുകൊണ്ട് മസീഹുദ് ദജ്ജാൽ ഇപ്പോൾ യഥാർത്ഥ മസീഹായി കൂടെ എന്ന് വിചാരിച്ച് മൂപ്പറ പുറകെ കൂടണോ? അങ്ങനെ കൂടണോ? മസീഹുദ് ദജ്ജാൽ ഈസാ നബി വരും എന്ന് അള്ളാഹിന്റെ റസൂൽ പറഞ്ഞല്ലേ? അതെ. നബി പറഞ്ഞല്ലേ ഈസാ നബി വരും? അതേ വരും. ഖുർആൻ പറഞ്ഞല്ലേ ഇന്നഹു ലഅലമുൽ ലിസാ? അതെ. അതുകൊണ്ട് മസീഹുദ് ദജ്ജാൽ വരുമ്പോൾ ഞങ്ങൾ ഏറ്റെടുക്കണോ? എന്താ ഈ പറയണത്? റസൂലുള്ളാഹിന്റെ തിരുകേശ അല്ലെങ്കിൽ പ്രവാചകനുമായി ബന്ധപ്പെട്ടത് എന്ത് കിട്ടിയാലും ഞങ്ങൾ വിടൂല. നിങ്ങൾ അങ്ങനെ ഒന്നും സംശയിക്കണ്ട. ഞങ്ങളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടത് മുഴുവനും, അള്ളാഹ് ആദരിക്കാൻ പറഞ്ഞത് മുഴുവനും, അള്ളാഹു ബഹുമാനിക്കാൻ പറഞ്ഞത് മുഴുവനും അത് നെഞ്ചോട് ചേർത്ത് വെച്ച് വിട്ടുകളയാതെ അണച്ചു പിടിക്കാൻ ഞങ്ങൾ ഒരുക്കാണ്. അതിന്റെ അർത്ഥം മസീഹുദ് ദജ്ജാൽ വന്നാൽ ദജ്ജാലിന്റെ പുറകെ പോകണം, അയാൾ മസീഹ് എന്ന് പറയും, അതുകൊണ്ട് അയാളുടെ പുറകെ പോകണമെന്നല്ല. ഇത് മസീഹുദ് ദജ്ജാൽ പോലെ വ്യാജനാണ്. ഞങ്ങളുടെ പ്രവാചകന്റെ പേരിൽ നുണ പറഞ്ഞുകൊണ്ട് വന്നതാണ്. ആരാന്റെ മുടി കൊണ്ടുവന്നത് റസൂലിൻ്റെതാണെന്ന് പറയാൻ, അത് റിസാലത്തിൽ ഇടപെടുകയാണ്. ആ റിസാലത്തിൽ ഇടപെടുമ്പോൾ പ്രവാചകനല്ലാത്തത് പ്രവാചകന്റെ പേരിൽ പറയുകയോ അല്ലെങ്കിൽ പ്രവാചകനല്ലാത്തതിനെ പ്രവാചകത്വമായി അവതരിപ്പിക്കുകയോ ചെയ്യുമ്പോൾ അവിടെ രിദ്ദത്തിലേക്കുള്ള വഴി തുറക്കുന്നുണ്ട്, മുർത്തദ്ദിലേക്കുള്ള വഴി തുറക്കുന്നുണ്ട്. അത് ഗൗരവമായ വിഷയമാണ്. അതുകൊണ്ട് ഞങ്ങളതല്ല എന്ന് പറയുമ്പോൾ അത് കൊണ്ട് നടക്കുന്ന ആളുകൾ ആണ് റസൂലുള്ളാഹിയുടേതാണ് എന്ന് തെളിയിക്കേണ്ട ബാധ്യതയുണ്ട് എന്നാണ് ബഹുമാനനായ ചോദ്യകർത്താവിനോട് സൂചിപ്പിക്കാനുള്ളത്. വിഷയത്തിൻ്റെ ഗൗരവം കൊണ്ടാണ് കുറച്ച് ശക്തമായി സംസാരിക്കുന്നത്, വ്യക്തിപരമായ വിരോധം കൊണ്ടല്ല, നിങ്ങളോട് വ്യക്തിപരമായ ദേഷ്യമുള്ള ആളുമല്ല. നേരെ മറിച്ച് വിഷയത്തിൻ്റെ മെറിറ്റിൽ കൃത്യമായി തന്നെ അതിൻ്റെ ഗൗരവത്തിൽ സംസാരിക്കും. അത് ചോദ്യകർത്താവ് മനസ്സിലാക്കണമെന്നുകൂടി ഉണർത്തുകയാണ്.